ധൃതി അങ്ങനെയൊന്നും ഒപ്പിക്കില്ല. ഞാൻ ഒരു പാവം പിടിച്ച കൊച്ചാണ്. ഭയങ്കര കൊതി വന്ന് അപ്പം അച്ഛടുത്ത് അച്ഛൻ വിശക്കണം. അച്ഛൻ ഒരു പാവമായതുകൊണ്ട് എനിക്ക് ഓരോന്ന് വാങ്ങിച്ചത്. അടുക്കള ഫുൾ അഴുക്കാക്കി ഇടുമെന്ന് പറഞ്ഞ് അമ്മ എന്നെ കയറ്റത്തില്ല. ഫ്ലോപ്പ് ആവുമെന്ന് അറിയെങ്കിൽ കൂടി ഞാൻ എല്ലാം ചെയ്തിട്ട് എൻ്റെ അനിയനെ കൊടുക്കും. അവൻ പാവമായതുകൊണ്ട് അവൻ കഴിച്ചിട്ട് കൊള്ളാൻ ചേച്ചി നൈസായിട്ടോട്ടെന്ന് പറയും. എൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഹോബിയാണ് ഉറങ്ങുക. എവിടെ പോയാലും ലക്ഷ്മിയല്ലേ അങ്ങനെ കേൾക്കുമ്പം ചെറിയൊരു സുഖമൊക്കെ ഉണ്ട്. മഞ്ജു വാര്യർ മാമിനെ പോലെ സല്ലാപം ആ ഒരു ഫിലിം പോലത്തെ ഏതെങ്കിലും ഒരു ഫിലിം ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ചെറുപ്പം മുതൽ ദിലീപിനെ നായികയായിട്ട് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. എനിക്ക് ഭയങ്കര വലിയ ചേഞ്ചാണ്. അതിനകത്ത് ലക്ഷ്മി ഭാഗ്യം കൊണ്ടുവരുമെന്ന് പറഞ്ഞ പോലെ തന്നെ എൻ്റെ ലൈഫിൽ ലക്ഷ്മി എനിക്ക് ഭാഗ്യം തന്നിട്ടുണ്ട്. ഹായ്, ഞാൻ മേഘ മഹേഷ്. മിഴി രണ്ടിലെയും ലക്ഷ്മി. ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ ബാംഗ്ലൂരാണ്. ഒരു UKG വരെ ഞാൻ അവിടെയായിരുന്നു. അവിടെ അമ്മ വർക്കിംഗ് ആയിരുന്നു, അച്ഛനും വർക്കിംഗ് ആയിരുന്നു. പിന്നെ അച്ഛൻ്റെ ഓഫീസ് ട്രിവാൻഡ്രത്തേക്ക് ട്രാൻസ്ഫർ ആയി. അങ്ങനെ അച്ഛൻ ഇങ്ങോട്ടേക്ക് വന്നു. പിന്നെ ആ സമയത്ത് അമ്മ ക്യാരിങ് ആയിരുന്നു എൻ്റെ അനിയനെ. അപ്പം പിന്നെ ഞങ്ങളും ഇങ്ങോട്ടേക്ക് ട്രിവാൻഡ്രത്തേക്ക് വന്നു. പിന്നെ ട്രിവാൻഡ്രം വന്നിട്ട് ഇപ്പം ഓൾമോസ്റ്റ് 10 years ആയി. പിന്നെ ആണെങ്കിൽ ഞാൻ UKG വരെ ബാംഗ്ലൂർ പഠിച്ചു. ട്രിവാൻഡ്രത്ത് ഫസ്റ്റ് ഗ്രേഡ് പഠിച്ചു. MGM സ്കൂളായിരുന്നു പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഗ്രേഡ് മുതൽ ക്രൈസ്റ്റ് മങ്ക് ഇൻ്റർനാഷണൽ സ്കൂളാണ് പഠിച്ചത്. 10th വരെ അവിടെയായിരുന്നു. ഇപ്പം 11th 12th ഇപ്പോൾ കറണ്ട് 12th ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എക്സാമൊക്കെ നടക്കുന്നു. അപ്പം 11th 12th ഞാൻ സരസ്വതി വിദ്യാലയ വട്ടിയൂർക്കാവാണ് പഠിക്കുന്നത്. പിന്നെ ആണെങ്കിൽ ഇപ്പം അച്ഛൻ തിരിച്ച് ബാംഗ്ലൂർക്ക് വീണ്ടും ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. പക്ഷെ ഞങ്ങളിപ്പോൾ ഇവിടെ സെറ്റിലായി. എൻ്റെ ഷൂട്ടും സ്റ്റഡീസ് എല്ലാം ഇവിടെ ആയതുകൊണ്ട് ഞങ്ങളിവിടെ അങ്ങ് സെറ്റിലായി. പിന്നെ ഷൂട്ടും എല്ലാം ട്രിവാൻഡ്രം ആയതുകൊണ്ട് ഞങ്ങളിവിടെയാണ്. പിന്നെ എൻ്റെ സ്വന്തം സ്ഥലം കണ്ണൂരാണ്. എൻ്റെ അച്ഛൻ ഇരിട്ടി, അമ്മ ആലക്കോട് എന്നൊരു സ്ഥലത്താണ്. പിന്നെ എനിക്കൊരു അനിയനുണ്ട്, ആകാശ് എന്നാണ് പേര്. അവനും മിഴി രണ്ടിലുണ്ട്. നന്ദൂട്ടൻ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് അവൻ ചെയ്യുന്നത്. പഠിക്കുന്ന കുട്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം പഠിക്കുകയൊക്കെ ചെയ്യും. ആവറേജ് സ്റ്റുഡൻറ്റ് തന്നെയാണ്. എന്തുവരെ രണ്ടും കൂടി ഞാൻ മാനേജ് ചെയ്യുന്നു. ഷൂട്ടും മാനേജ് ചെയ്യുന്നു, സ്റ്റഡീസും. ഒന്നിനും ഒരു കുറവ് വരത്തത്. അമ്മക്കൊരു കുറവ്, എൻ്റെ മലയാളം ചെറിയൊരു കുഴപ്പമുണ്ട്. അമ്മ എൻ്റെ കൂടെ നിന്ന് കഷ്ടപ്പെട്ട് രണ്ടും മാനേജ് ചെയ്യാൻ അമ്മ നോക്കുന്നുണ്ട്. ഷൂട്ടിലായാലും പണ്ടൊക്കെയാണെങ്കിൽ ഈ നോട്ട് എഴുതി ടീച്ചറിൻ്റെ കൊടുക്കണം, അങ്ങനത്തെ കുറേ പരിപാടിയുള്ളപ്പം എനിക്ക് എല്ലാതും കൂടി മാനേജ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അമ്മയാണ് ഇരുന്ന് എനിക്ക് നോട്ടൊക്കെ എഴുതി തന്ന് ടീച്ചറിന് കൊടുക്കും. അങ്ങനെ അമ്മ കുറേ സപ്പോർട്ടുണ്ട്. അമ്മയുടെ സപ്പോർട്ട് കാരണം ഞാൻ എന്താ ഇപ്പോൾ ഇവിടെ വരെ ഇരിക്കുന്നു. 12th ഇപ്പം ഇഷ്ടംപോലെ പഠിക്കാനുണ്ടല്ലോ. അപ്പം ഇപ്പം നൈറ്റൊക്കെ ഇരുന്ന് പഠിക്കാനാണെങ്കിൽ കൂടി അമ്മ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഫുഡൊക്കെ തന്ന് നരങ്ങളൊക്കെ തന്ന് ഒരു എനർജി ആക്കി എന്നെ ഇരുത്തി പഠിപ്പിക്കും. പിന്നെ മോട്ടിവേഷൻ സ്പീച്ച് എന്ന് പറഞ്ഞാൽ തന്നുകൊണ്ടിരിക്കും. അതിലങ്ങ് ആ ഒരു ഫ്ലോയിലങ്ങ് ഇരുന്ന് പഠിക്കും. അങ്ങനെ പഠിത്തത്തിൽ വലിയ കുഴപ്പമൊന്നുമില്ല, അടിപൊളിയായിട്ട് പോകുന്നു. ഞാൻ ഭയങ്കര പാവം കൊച്ചാണ്. എന്തുവാ എല്ലാവരും ഭയങ്കരമായിട്ട് മിണ്ടത്തില്ല. എന്നാൽ മിണ്ടി തുടങ്ങി പിന്നെ മിണ്ടിക്കൊണ്ടിരിക്കും. എനിക്ക് ഒരുപാട് ഫ്രണ്ട്സൊക്കെ ഉണ്ട്. ഒരുപാടെന്ന് പറയുമ്പം ഒരു ലിമിറ്റഡ്, അതിന് മേലെ ഞാൻ പോകില്ല. കുസൃതി അങ്ങനെയൊന്നും ഒപ്പിക്കില്ല. ഞാൻ ഒരു പാവം പിടിച്ച കൊച്ചാണ്. ഞാൻ ട്രിവാൻഡ്രത്ത് വന്നപ്പോഴത്തേക്കും നിങ്ങൾക്കാവും കോടീശ്വരം എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം ഉണ്ടല്ലോ. അപ്പം അതിൻ്റെ പ്രൊമോ എടുക്കാൻ വേണ്ടി പിള്ളേരുടെ എന്തോ ഇത് വന്നപ്പോഴത്തേക്കും പ്രൊമോ എടുക്കാൻ വേണ്ടി ഞങ്ങൾ സ്കൂളിലേക്ക് വന്നു. ചെറുപ്പം മുതൽ ദിലീപിനെ നായികയായിട്ട് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. സാറിൻ്റെ ഒരു ഫിലിമുണ്ട് തിലക്കം. അത് ഞാൻ ചെറുപ്പം മുതലിരുന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അതിൽ ഓരോരോ കോമഡി സീൻസൊക്കെ ഞാൻ ഇപ്പോഴും ഇരുന്ന് കാണും. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹമാണ് സാറിൻ്റെ കൂടെ നായികയായിട്ടൊന്ന് ചെയ്യണമെന്ന്. അപ്പം സ്കൂളിലൊക്കെ പോകുമ്പോൾ ടീച്ചേഴ്സിൻ്റെയൊക്കെ ഞാൻ പറയാന്ന് എനിക്ക് ദിലീപിനെ നായികയായിട്ട് ചെയ്യണം എന്ന്. അപ്പം അവിടെ ഒരു ഇങ്ങനെ പ്രൊമോ വരുന്നുണ്ട് പറഞ്ഞപ്പം 24 സ്റ്റുഡൻസിന് വേണമെന്ന് പറഞ്ഞ്. അപ്പം അതിൽ ലക്ഷ്മി ടീച്ചർ കാരണം എന്നെ അതിലേക്ക് സെലക്ട് ചെയ്ത്. അപ്പോഴും അമ്മ കൊള്ളാം, പക്ഷെ അമ്മ ഒട്ടും പ്രത്യേകിച്ചില്ല. ഇത് കാരണം ഞാൻ ഇനി ഫ്രണ്ടിലോട്ട് പോകുന്നത്. അപ്പം അങ്ങനെ പ്രൊമോ ചെയ്തു. അങ്ങനെ 24 സ്റ്റുഡൻസിൻ്റെ ഇടയ്ക്ക് നിന്ന് എന്നെ സെലക്ട് ചെയ്ത്. അതിലെ ഒരു ക്യാമറമാൻ സാറാണ് എന്നെ കണ്ടപ്പം കൊള്ളാം എന്ന് പറഞ്ഞ് കിംസിൻ്റെ ഒരു ആഡ് ചെയ്യാൻ വേണ്ടി എന്നെ വിളിച്ച്. അവിടുത്തെ പ്രിൻസിപ്പളിൽ നിന്ന് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ നമ്പറൊക്കെ വാങ്ങിച്ച് അങ്ങനെ ഞാൻ ആഡിൽ ഒരു ആഡ് ഞാൻ ചെയ്തു.
അതിനുശേഷം എനിക്കും കുറച്ച് കോൺഫിഡൻസായി, അമ്മയ്ക്കും അച്ഛനും കോൺഫിഡൻസായി. ഓക്കെ, ഇനി കുറച്ചും കൂടി ട്രൈ ചെയ്താൽ എനിക്ക് കിട്ടുമെന്ന്. അങ്ങനെ ചെയ്ത് ജിതിൻ ചേട്ടൻ, പ്രൊഡക്ഷൻ കൺട്രോൾ ജിതിൻ മഴയും കീഴിൽ ചേട്ടൻ, എൻ്റെ സ്വന്തം ചേട്ടനാണെങ്കിൽ എന്നെ ഫസ്റ്റ് എൻ്റെ സീരിയൽ ചെയ്തു, വധു എന്ന് പറഞ്ഞ സീരിയൽ. അത് ഞാൻ 7ാം വയസ്സിൽ ചെയ്തത്. ആ ചേട്ടൻ തന്നെ എൻ്റെ 17ാം വയസ്സിൽ എന്നെ നായികയായിട്ട് ഇതിലേക്ക് കൊണ്ടുവന്നു. എൻ്റെ ഫസ്റ്റ് എൻട്രി ചേട്ടൻകാരൻ, എൻ്റെ നായികയായിട്ടുള്ള എൻട്രി ചേട്ടൻകാരനാണ്. പിന്നെ വധു ചെയ്ത് അത് കഴിഞ്ഞ് സൂര്യ ടി വിയിലായിരുന്നു. അതിനുശേഷം അതിനിടയ്ക്ക് ഞാൻ ഇന്ദ്രജിത്തിൻ്റെ കൂടെ ഒരു ഫിലിം ചെയ്തു, ഏഞ്ചൽസ് എന്ന്. അതും ചെയ്തു. പിന്നെ ആണെങ്കിൽ അങ്ങോട്ടേക്ക് പിന്നെ ഫുൾ സീരിയൽസ് ചെയ്തു. ഒരുവിധം എല്ലാ ചാനലും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യാത്ത ചാനലുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എന്നാലും മലയാളത്തിലുള്ള ഓൾമോസ്റ്റ് എല്ലാ ഫേമസ് ചാനൽസിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫിലിംസ് ഞാൻ ചെയ്തിട്ടുണ്ട്, കുറേ ചെയ്തിട്ടില്ല. ഒരു 4 ഫിലിംസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി എൻ്റെ എയിം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് മഞ്ജു വാര്യർ മാമിനെ പോലെ സല്ലാപം ആ ഒരു ഫിലിം പോലത്തെ ഏതെങ്കിലും ഒരു ഫിലിം ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ഇനി അടുത്ത എയിം അതാണ്. സീരിയൽ ഞാൻ പറഞ്ഞു, ഫസ്റ്റ് വധു, സെക്കൻഡ് ജൂനിയർ ചാണക്യൻ എന്ന് പറഞ്ഞ് വധു സൂര്യ ടി വിയിൽ, ജൂനിയർ ചാണക്യൻ ഫ്ലവേഴ്സിലായിരുന്നു. പിന്നെ പ്രണയം ഏഷ്യനെറ്റിൽ ശ്രീനീഷ് ചേട്ടൻ്റെയും വരദ ചേച്ചിയുടെ മോളായിട്ട് മാളു എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് അതിൽ ഞാൻ ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും ഓൾമോസ്റ്റ് അറിയാം. പിന്നെ അത് കഴിഞ്ഞിട്ട് അമൃത ടി വിയിൽ സത്യം ശിവസുന്ദരം എന്ന് പറഞ്ഞ ഇത് ചെയ്തിട്ടുണ്ട്. അതൊരു പുരാണ ഇതല്ല, അതിൽ കുറേ സ്റ്റോറീസിൽ ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ മഴവിൽ മനോരമയിൽ ചാക്കോമേലി ചെയ്തിട്ടുണ്ട്. എൻ്റെ ബ്രദറിൻ്റെ കൂടെ ചെയ്തത്, അതിൽ അവനായിരുന്നു മെയിൻ ലീഡ്. പിന്നെ അതിലൊരു ഗസ്റ്റ് റോളായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്ത വേറെ ജി കേരളത്തിൽ ഞാൻ 2 ചെയ്തിട്ടുണ്ട്. സ്വാതി നക്ഷത്ര ജ്യോതി ദൈപ്പം വെടി 2 ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഫ്ലവേഴ്സിൽ നന്ദനം എന്നൊരു സീരിയൽ, അതിലും എൻ്റെ അനിയൻ്റെ കൂടെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. മീഡിയ 2 എത്തിയത് അത് വലിയൊരു കഥയാണ്. ഞാൻ ഇപ്പം എക്സാമും സ്റ്റഡീസൊക്കെ ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ബ്രേക്ക് എടുത്താണ് ഇതിലേക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പം ഞാൻ ഇപ്പോൾ കുറേ വർക്ക് വന്നായിരുന്നു, നായികയ്ക്ക് അത് ചെയ്യും. അപ്പം അതൊക്കെ ഞാൻ പറഞ്ഞു വേണ്ട, 12th കഴിയിട്ട് എക്സാമൊക്കെ വരുമല്ലോ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഇതേപോലത്തെ ഒരു എക്സാം കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിൽ പോകുന്ന വഴിക്ക് ജിതിൻ ചേട്ടൻ എന്നെ വിളിച്ച് ചോദിച്ച് എവിടെ നിൽക്കുമോ? ഞാൻ പറഞ്ഞു എക്സാം കഴിഞ്ഞ് വീട്ടിൽ പോവാം, വാ ചുമ്മാ നിൽക്കല്ലോ, നമുക്ക് ജ്യൂസ് കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി. ജ്യൂസ് കുടിക്കാൻ പോയപ്പോഴത്തേക്കും ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞ് എന്തുവാ ഇങ്ങനെ സീരിയൽ വന്നിട്ടുണ്ട്, നീ ഇന്ന് എൻ്റെ മിഴിയണ്ടിലും ചെയ്യുന്ന ഡയറക്ടർ സർ നസീർ സാറിനും റൈറ്റർ മുരളി സാറിനെയും പ്രൊഡ്യൂസേഴ്സിനൊക്കെ ഒന്ന് പോയി കാണ് എന്ന് പറഞ്ഞ്. അപ്പം ഞാൻ പറഞ്ഞു വേണോ. അപ്പോൾ പിന്നെ അമ്മ പറഞ്ഞ് പോയി കണ്ടിട്ട് വാ എന്ന് പറഞ്ഞ്. ശരി, ഞാൻ പോയി കണ്ട് അപ്പോൾ അവർ പറഞ്ഞ് ഓക്കെ, ഞാൻ അടുത്തൊരു ഓഡീഷൻ ഉണ്ട്, അപ്പം അതിലേക്ക് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു അല്ലെങ്കിൽ വേണ്ട, ഇതെങ്ങാനും സെലക്ട് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ 12th എന്ത് ചെയ്യുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. അപ്പം പിന്നെ അങ്ങനെ കൺഫ്യൂഷൻ നിൽക്കായിരുന്നു. പിന്നെ അമ്മ പറഞ്ഞു ഇല്ല കുഴപ്പമില്ല, നമുക്ക് മാനേജ് ചെയ്യാൻ, നീ അത് ചെയ്യുക. പിന്നെ ജിതിൻ ചേട്ടനും പറഞ്ഞ് ഇപ്പോൾ ഡേറ്റിന് പ്രശ്നം വരാണെങ്കിൽ കൂടി നമുക്ക് നോക്കാം, നീ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ഞാൻ ഈ സീരിയൽ ചെയ്ത്. പക്ഷേ ട്രസ്റ്റ് മീ, അവരുടെ അമ്മയുടെയും ജിതിൻ ചേട്ടൻ്റെയും അച്ഛൻ്റെ വാക്കൊക്കെ കേട്ട് ഞാൻ സീരിയലിലേക്ക് വന്നത് എൻ്റെ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരു 6 മാസം മുന്നേ ഉള്ള ഞാൻ ഇപ്പോഴത്തെ ഞാൻ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റാണ്. എനിക്ക് ഭയങ്കര വലിയ ചേഞ്ചാണ്. അതിനകത്ത് ലക്ഷ്മി ഭാഗ്യം കൊണ്ടുവരുമെന്ന് പറഞ്ഞ പോലെ തന്നെ എൻ്റെ ലൈഫിൽ ലക്ഷ്മി എനിക്ക് ഭാഗ്യം തന്നിട്ടുണ്ട്. ഇപ്പം എന്തുവാ എവിടെ പോയാലും ലക്ഷ്മിയല്ലേ അങ്ങനെ കേൾക്കുമ്പം ചെറിയൊരു സുഖമൊക്കെ ഉണ്ട്. പിന്നെ ആണെങ്കിൽ എൻ്റെ വീട് ഷൂട്ട് ചെയ്യുന്ന കൊല്ലമാണ്, ശാസ്താംകോട്ട, അവിടെയാണ് ഷൂട്ട് ചെയ്യുന്നത്. അവിടെ പോകുന്ന വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും ഇങ്ങനെ കൂട്ടത്തിരുന്ന് കോമഡി പറഞ്ഞ് ചിരിച്ച് മറിഞ്ഞ് കളിച്ചാണ് അവിടെ ഓരോ സീൻസ് ഷൂട്ട് ചെയ്യുന്നത്. അവിടെ നരേന്ദ്ര തമ്പി ആയാലും നരേന്ദ്ര ചേട്ടനായാലും അശ്വിൻ ചേട്ടനും അഭി ചേട്ടനും പിന്നെ ആണെങ്കിൽ വിജയകുമാരി ആൻറ്റിയും ബിന്ദു അമ്മയും എല്ലാവരും ഭയങ്കര രസമാണ്. പിന്നെ അവിടെ ആണെങ്കിൽ അർച്ചന ചേച്ചിയുണ്ട്. അർച്ചന ചേച്ചി, ഞാൻ അവിടെ ഫസ്റ്റ് പോയപ്പോഴത്തേക്ക് ഞാൻ വിളിച്ചു നോക്കി, ഞാനായിരിക്കും ചെറിയ കൊച്ച്, എനിക്ക് വലുതായിട്ടൊന്നും അറിയത്തില്ല.
പക്ഷെ എന്നെ വെട്ടിച്ച് കടന്ന് അർച്ചന ചേച്ചി അവിടെ ഉണ്ട്. ചേച്ചിയാണെങ്കിൽ ഞങ്ങളുടെ എന്താ കൊച്ചാണ് ചേച്ചി. ചേച്ചി ഒന്ന് നോക്കി ചേച്ചി ചിരിക്കുക, അപ്പം ഞാൻ ചിരിക്കും, അങ്ങനെ എല്ലാവരും ചിരിക്കും. ഭയങ്കര രസമാണ് ചേച്ചിയുടെ ഓരോരോ കഥകളും എല്ലാം. പക്ഷേ ചേച്ചി ഭയങ്കര പാവമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടം ചേച്ചിയെ. പിന്നെ ഞാൻ ഈ ഇൻസ്റ്റയിൽ റീൽസ് ഒന്നും ചെയ്യില്ലായിരുന്നു. എനിക്കാണെങ്കിൽ ഭയങ്കര മടിയായിരുന്നു. ടിക്ടോക്കുള്ള സമയത്ത് ഞാൻ ചെയ്യാമായിരുന്നു, പക്ഷേ റീൽസ് വന്നപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര മടിയായിരുന്നു. അതിനാണെങ്കിൽ അഭിചേട്ടൻ്റെ വൈഫ് ശ്രീകുട്ടി ചേച്ചി എൻ്റെ പുറകെ, എനിക്ക് തോന്നുന്നില്ല ആരും എൻ്റെ പുറകെ ഇങ്ങനെ നടക്കുമെന്ന്, എൻ്റെ പുറകെ നടന്ന് നീ അത് ചെയ്ത് എനിക്ക് എല്ലാം സെൻഡ് ചെയ്യും. അങ്ങനെ ഇപ്പം ഞാൻ ഫുൾ ടൈം ഇൻസ്റ്റയിൽ ഇങ്ങനെ നോക്കും, ഓക്കെ ഈ റീൽസ് ചെയ്യാമെന്ന് പറഞ്ഞ് ചേച്ചിക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ റീൽസിലേക്കൊക്കെ കൊണ്ടുവന്ന ചേച്ചിയാണ്. പിന്നെ അശ്വിൻ ചേട്ടൻ എൻ്റെ നാട്ടുകാരാണ്, കണ്ണൂരിലാണ് ചേട്ടൻ്റെ വീട്. അപ്പം ആ ഒരു ബന്ധമൊക്കെ ഉണ്ട്. പിന്നെ ആണെങ്കിൽ വേറെ ബിന്ദു അമ്മയുടെ കൂടെ ഞാൻ നന്ദനം ചെയ്തിട്ടുണ്ട്. അപ്പം മുതലുള്ള പരിചയമാണ്. ബിന്ദു അമ്മയായാലും വിജയകുമാരി ആയാലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെ ആണെങ്കിൽ എൻ്റെ പേരെന്നും പറയാൻ പറ്റില്ല, അല്ലെന്നും പറയാൻ പറ്റില്ല, സൽമാൻ ചേട്ടൻ എൻ്റെ ബെസ്റ്റ് ബഡി. സൽമാൻ ചേട്ടന് ഒരുപാട് സപ്പോർട്ടുണ്ട്. ഒരു സീനുണ്ടായിരുന്നു, ഇങ്ങനെ ആക്സിഡൻ്റായിട്ട് ഇങ്ങനെ എണീക്കുന്ന സീൻ, അത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ലിറ്ററലി എവ്രി വൺ റിയലി ലവ്ഡ് ഇറ്റ്. ആ സീനൊക്കെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത സൽമാൻ ചേട്ടനാണ്. പിന്നെ വേറെ ഞങ്ങളിപ്പോൾ ഡബിൾ ക്യാമറ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സച്ചിൻ ചേട്ടനും പിന്നെ ആണെങ്കിൽ പ്രിൻസ് ചേട്ടനും. പിന്നെ യൂണിറ്റിലൊരു അങ്കിളുണ്ട്, പപ്പൻ എന്ന് പറഞ്ഞാൽ. ആ അങ്കിളിൻ്റെ ഫുൾ ടൈം കോമഡി, ഭയങ്കര രസമാണ് സെറ്റിൽ. ഇപ്പോൾ നമ്മളൊരു ഫാമിലി പോലെ തന്നെ, വലിയ പരിചയമില്ലെങ്കിൽ കൂടി ഇപ്പോൾ നമ്മളൊരു ഫാമിലി പോലെ തന്നെയാണ്. ഇപ്പോൾ ആദ്യമൊക്കെ ചെന്നപ്പോഴത്തേക്കും എനിക്ക് ഇതുണ്ടായിരുന്നു, ഞാൻ ലൈക്ക് ഒരു ഇൻട്രോവേർട്ട് ആ ഒരു ഇതാണ്. അപ്പം ഇന്ന് മിങ്കിളാൻ ഭയങ്കര പാടാണ്. ഇപ്പോൾ ആണെങ്കിൽ ഭയങ്കര രസമാണ്. ഇനി നാളെ ഷൂട്ടുണ്ട്, അപ്പോൾ നാളെ ഇപ്പോൾ ഉള്ളൊരിതിലാണ് ഇരിക്കുന്നത്. മനീഷ് ചേട്ടനെ ഞാൻ പ്രണയം ചെയ്തപ്പോൾ മുതൽ എനിക്കറിയാം. പ്രണയം ചെയ്തപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് ചെയ്തത്. മനീഷ് ചേട്ടനും കണ്ണൂർക്കാരനാണ്. പ്രണയം ചെയ്തപ്പോഴത്തേക്കും ഇങ്ങനൊരു ഇതുണ്ടായിരുന്നു. ഞാൻ ലക്ഷ്മി അമ്മയുടെ കൂടെ പോകുന്നു. കവിത എൻ്റെ സ്വന്തം അമ്മ, ലക്ഷ്മി അമ്മയുടെ സ്റ്റെപ്പ് മോം. അപ്പോൾ ലക്ഷ്മി അമ്മ എന്നെ കൊണ്ടുപോകുന്ന സമയം, കവിത അമ്മ എന്നെ കൊണ്ടുപോകും. അപ്പം ആ കവിത എന്ന് പറഞ്ഞ ക്യാരക്ടർ ഭയങ്കര നെഗറ്റീവാണ്. അപ്പോഴൊക്കെ ആൾക്കാർ ഒന്ന് പറയുന്നത് എന്തിനാണ് അവരുടെ കൂടെ പോകണം, ലക്ഷ്മിയുടെ കൂടെ സ്വന്തം അമ്മയ്ക്ക് കൂടി ആൾക്കാർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കുറേ ആൾക്കാർ ഇങ്ങനെ കടയിലൊക്കെ പോകുമ്പോഴത്തേക്കും ഒരു ചുറ്റും ആൾക്കാർ എൻ്റെ ഉണ്ടാവും ഫോട്ടോ എടുക്കാനോ അത് ഇതൊക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടം വെച്ചാൽ ആൾക്കാരിങ്ങനെ റെക്കഗ്നൈസ് ചെയ്യുമ്പോഴത്തേക്കും വലിയ ആളെന്നല്ല എൻ്റെ മനസ്സിൽ തന്നെ ആൾക്കാർ എന്നെ അക്സെപ്റ്റ് ചെയ്ത് എന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്, അവരുടെ എല്ലാവരുടെയും സപ്പോർട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ അറിയുമ്പോഴത്തേക്കും ആൾക്കാരെയും ഭയങ്കര സന്തോഷമാവില്ലേ. അതേപോലെ എനിക്ക് നല്ല സന്തോഷമായിരുന്നു. മീഡിയൻ്റെ റെസ്പോൺസ് എനിക്ക് ഡെയിലി ഇൻസ്റ്റയിൽ മെസ്സേജ് കിട്ടും, ലക്ഷ്മി ചേച്ചിയും പൊളിയാണ്, അതാണ് ഇതാണ്. ഞാൻ പറ്റുന്ന പോലെ എല്ലാവർക്കും മെസ്സേജ് ഇട്ടായിരുന്നു, തിരിച്ച് റിപ്ലൈ തരുന്നു. കാരണം അവരുടെ സപ്പോർട്ടില്ലാതെ ഞാൻ ലക്ഷ്മി എന്ന് പറഞ്ഞ ക്യാരക്ടർ എക്സിസ്റ്റ് ആവത്തില്ലല്ലോ. അപ്പോൾ അവരുടെ സപ്പോർട്ടുള്ളത് ഞാൻ തിരിച്ച് റിപ്ലൈ ഒക്കെ കൊടുക്കാറുണ്ട്. ഇപ്പം പുറത്തേക്ക് ഇറങ്ങുമ്പോഴൊക്കെ ഇപ്പം സീരിയൽ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ആൾക്കാർക്കൊന്ന് ഓക്കെ ഇതാണ് ലക്ഷ്മി എന്ന് ഇത് രജിസ്റ്റർ ആവാൻ കുറച്ച് സമയമെടുക്കും. ഓൾസോ ലക്ഷ്മിയുടെ ക്യാരക്ടർ എന്ന് പറയുമ്പോഴത്തേക്കും ഹാഫ് സാരി, വലിയ മേക്കപ്പ് ഇല്ല, അങ്ങനത്തെ ഇതാണ്. പക്ഷേ എനിക്ക് പുറത്തൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും കുറച്ച് മോഡേണായിട്ട് കുറച്ച് മേക്കപ്പ് ഒക്കെ ഇട്ട് ഒക്കെ പോകാനാണ് ഭയങ്കര ആഗ്രഹം. അപ്പം അതിൻ്റെ ഒരു ഇതുണ്ട്. അപ്പോൾ ആൾക്കാർ നോക്കുമ്പോൾ അവർക്ക് കൺഫ്യൂഷൻ അടിക്കും, ഓക്കെ ഇത് ലക്ഷ്മിയാണോ അല്ലയോ എന്ന്. അപ്പോൾ ചുമ്മാ ചിരിച്ചടിച്ചു കൊടുത്താൽ അവർക്ക് മനസ്സിലാവും ഓക്കെ ഇത് ലക്ഷ്മിയാണെന്ന്. അപ്പോൾ അവർ എൻ്റെ അടുത്ത് വന്ന് ഫോട്ടോ ഒക്കെ എടുക്കുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം. എൻ്റെ വീട്ടിൽ എനിക്കൊരു പട്ടിയുണ്ട്, ടുട്ടു. ഇപ്പോൾ എനിക്കും എൻ്റെ അനിയനും ഷൂട്ടുള്ളപ്പോഴത്തേക്കും വീട്ടിലാരും ഇല്ലാത്ത സമയത്ത് നാട്ടിൽ നിന്ന് എൻ്റെ അച്ചാച്ചി അമ്മച്ചി വരും. ഇപ്പം ഡുട്ടിനെ നോക്കാനും കൂടി മാത്രമല്ല, ഇപ്പോൾ എനിക്ക് ഷൂട്ടില്ല, ഞാൻ വീട്ടിലാണെങ്കിൽ കൂടി അച്ചാച്ച അമ്മച്ചി വരും. ഇപ്പോൾ ഷൂട്ടെന്ന് പറഞ്ഞാൽ പോലും അച്ചാച്ച അമ്മച്ചി വരും. അപ്പം അവർ പോലും എന്നെ ഒരുപാട് സപ്പോർട്ട്, എനിക്ക് കിട്ടുന്ന സപ്പോർട്ട് എന്ന് വെച്ചാൽ ഭയങ്കരമാണ്. അച്ഛൻ്റെ സൈഡിൽ നിന്നാണെങ്കിൽ അമ്മയുടെ ആണെങ്കിൽ എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. ഷൂട്ടിപ്പം നാളെ ആണെങ്കിൽ ഇന്ന് രാത്രി അമ്മയ്ക്ക് ഉറക്കം കാണില്ല. എന്നുവെച്ചാൽ ഓരോന്ന് എടുത്ത് വെച്ചിട്ടുണ്ടോ ഇല്ലയോ, മറന്നിട്ടുണ്ടോ ഇല്ലയോ എല്ലാം എടുത്ത് നോക്കുന്ന ഫുൾ അമ്മയാണ്. എൻ്റെ അനിയൻ്റെ കൂടെ ഇതിപ്പം 3ാമത്തെ സീനാണ് ഞാൻ ചെയ്യണത്.
ഫസ്റ്റ് ഞാൻ ചെയ്ത ചാക്കോ മേരി, സെക്കൻഡ് നന്ദനം, ഇതിപ്പോൾ മേരി രണ്ടിൽ, ഇപ്പോൾ 3ാമത്തെ സീരിയലാണ്. ഞങ്ങൾ അങ്ങനെ അടിയൊന്നും കൊടുത്തില്ല. എന്തുവാ, ഞാനും പാവമാണ്, അവനും പാവമാണ്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് നിൽക്കും. ഇപ്പം അവനെന്തെങ്കിലും ആവശ്യമുണ്ട് എൻ്റെ അടുത്ത് വന്ന് പറയും. അവൻ്റെ കൊച്ചു കൊച്ചു കാര്യങ്ങളായിരിക്കും, എനിക്ക് അത് ചെയ്ത് കൊടുക്കാനും പറ്റുമായിരിക്കും. അവൻ ചോദിക്കുന്നതായിരിക്കും. ഇപ്പം പുറത്ത് പോകുമ്പോൾ, ഇപ്പം ഞാൻ മിക്കപ്പോഴും ട്യൂഷൻ സ്കൂളിൽ നിന്നൊക്കെ പറയുമ്പം പുറത്ത് പോകുമ്പോഴത്തേക്കും അവൻ പറയും, ഓക്കെ എനിക്ക് ചോക്ലേറ്റോ അതെന്തെങ്കിലും വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞ് അങ്ങനത്തെ ആവശ്യങ്ങളൊക്കെ അവൻ പറയത്തുള്ളൂ. അപ്പോൾ ഞാൻ വാങ്ങിച്ചു കൊടുക്കും. പിന്നെ ഞാൻ തിരിച്ച് ചോദിക്കുന്ന, എടാ ഇച്ചിരി വെള്ളം എടുത്തു തരുമോ, എടാ ഒന്ന് എടുത്തു തരുമോ, ഇതെടുത്തു തരുമോ, അതൊക്കെ അവനും ചെയ്തു തരും. അങ്ങനെ ഇപ്പം അടി ഉണ്ടാവണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഗ്രി ചെയ്യാതിരിക്കുമ്പോഴെല്ലാം അടി ഉണ്ടാകുന്നത്. പക്ഷെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫുൾ ചില്ലായിട്ടാണ് പോണത്. എൻ്റെ ഫാഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഫുൾ ഒരുപാട് ഡിഫറെൻറ്റ്. ഞാൻ ഒരുപാട് ഈ പുറത്തുള്ള ആൾക്കാർ ഓരോ വോക്സ് ചെയ്യുന്നതും അവരുടെ കോസ്റ്റ്യൂം ഡിസൈനിങ് ഒക്കെ ഞാൻ നോക്കും. എനിക്ക് ഫാഷനിലേക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ട്. എപ്പോഴെങ്കിലും ഫാഷനിൽ ഒരു ഡിഗ്രി എടുക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അവരുടെ ഓരോ കോസ്റ്റ്യൂം ക്രിയേറ്റിവിറ്റി എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കൂടുതലും മോഡേൺ ഡ്രസ്സാണ് നോക്കുന്നത്. നാടൻ ഓഫ്കോഴ്സ് ഇടും, സാരീസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്നാലും അതിലൊരു സിംപ്ലിസിറ്റി ഞാൻ ഫുൾ ഭയങ്കര ഓവറായിട്ടുള്ള മോഡേൺ ഡ്രസ്സ് ഇല്ല, സിമ്പിൾ ബട്ട് ക്ലാസിക്, ആ രീതിയിലുള്ള ഇതൊക്കെയാണ് എനിക്ക് ഇഷ്ടം. ഫിറ്റ്നസ്സിനെ കുറിച്ച് ഇത്രയും കാലം ഞാൻ നോക്കില്ലായിരുന്നു. ഞാൻ ഭയങ്കര ഫുഡിയാണ്. പുറത്തിറങ്ങി എനിക്ക് അപ്പം വിശക്കും, എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കഴിക്കും. വീട്ടിൽ നിന്ന് കഴിച്ചെങ്കിൽ കൂടി പുറത്തിറങ്ങുമ്പോൾ കടയിലൊക്കെ ഇങ്ങനെ ഇപ്പം ഓരോന്ന് സ്നാക്സ് ഇട്ടിരിക്കുന്നതും അല്ലെങ്കിൽ ഓരോ ഹോട്ടലാണ് ഇപ്പം ഭയങ്കര കൊതി വന്ന് അപ്പം അച്ഛടുത്ത് അച്ഛൻ വിശക്കണം, അച്ഛൻ ഒരു പാവമായതുകൊണ്ട് എനിക്ക് ഓരോന്ന് വാങ്ങിച്ചത്. അതുവരെ ഞാൻ കഴിച്ച് കൊറോണ വന്ന സമയത്ത് വീട്ടിൽ തന്നെ ഇരിപ്പായതുകൊണ്ട് ക്ലാസ്സും കേൾക്കും കഴിക്കുകയും ചെയ്യും. അങ്ങനെ കഴിച്ച് നല്ല അത്യാവശ്യം വണ്ണം വെച്ച്. പിന്നെ സ്കൂളിൽ പോയി തുടങ്ങിയപ്പോഴത്തേക്കും വണ്ണം കുറഞ്ഞു. ഇപ്പോൾ ലൊക്കേഷനിൽ പോയെങ്കിൽ കൂടി അവിടുത്തെ ഓരോ ഫുഡ് കാണുമ്പോൾ ഞാൻ അത് എടുത്ത് കഴിക്കും. ഇപ്പം ഔട്ട്ഡോർ ചെയ്യുമ്പോഴത്തേക്കും ഔട്ട്ഡോർ വരുന്ന ആൾക്കാർക്ക് സുഖമാണ്. എന്നുവെച്ചാൽ ഞാൻ വാങ്ങിച്ചാൽ ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്യും. ഇപ്പോൾ ഒരു മുട്ടായി കിട്ടിയും കൂടി എനിക്ക് എത്രത്തോളം ഷെയർ ചെയ്യാൻ പറ്റും അത്രത്തോളം ഞാൻ ഷെയർ ചെയ്യും. അല്ലെങ്കിൽ ഞാൻ എല്ലാവർക്കും വാങ്ങിച്ചു കൊടുക്കും. ഔട്ട്ഡോർ പോകുകയാണെങ്കിൽ എല്ലാവർക്കും ഞാൻ വാങ്ങിച്ചു കൊടുക്കും. അവിടെ നിന്നുള്ള എല്ലാ സാധനവും ഞാൻ വാങ്ങിച്ച് കടയിലൊക്കെ പോകുമ്പോഴത്തേക്കും എല്ലാം ഞാൻ വാങ്ങിക്കും. അമ്മയാണെങ്കിൽ പിന്നെ വാങ്ങിച്ചും തരും. എൻ്റെ കൂടെ എല്ലായിടത്തും വരുന്ന അമ്മയാണ്. അച്ഛൻ ഓഫീസൊക്കെ ആയതുകൊണ്ട് ഇപ്പം ബാംഗ്ലൂരിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യാണ്, ടെക്സ്പോർട്ട് എന്ന് പറഞ്ഞ കമ്പനിയിൽ. അപ്പം അച്ഛൻ അവിടെ ബാംഗ്ലൂർ ആയതുകൊണ്ട് ഇപ്പം അമ്മ എന്നെയും എൻ്റെ അനിയനെയും കൊണ്ടുവന്ന അമ്മയാണ്. അപ്പം അമ്മ ഓരോന്ന് വാങ്ങിച്ചു തരും. അങ്ങനെയൊക്കെ എനിക്ക് കൊതിയുള്ള ഫുഡ്. സബ്വേ ഒന്ന് ജീവൻ. അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിസിറ്റിന് വരുമ്പോഴത്തേക്കും ഞങ്ങൾ ഡെയിലി റുട്ടീനാണ്. അച്ഛൻ ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ ഇവിടെ എത്തും. ഉച്ചയ്ക്ക് എത്തുമ്പോഴത്തേക്ക് ഞങ്ങൾ നേരെ ആണെങ്കിൽ സബ്വേ വീട് കുറച്ച് സബ്വേ വാങ്ങിച്ചിട്ട് വീട്ടിൽ പോയി കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ കറങ്ങും. അച്ഛൻ വരും അന്ന് സബ്വേ ഞങ്ങൾ വാങ്ങിച്ചിരിക്കും. അത് ഫസ്റ്റ്. പിന്നാണെങ്കിൽ എനിക്ക് ബട്ടർ പനീർ അങ്ങനത്തെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ എനിക്ക് നോൺ വെജിനോട് വലിയൊരു ഇതില്ല. എനിക്കിപ്പം ഫുൾ വെജ് ട്രൈ ചെയ്യണം ഭയങ്കര ആഗ്രഹമാണ്. നോൺ വെജിൽ എൻ്റെ ഇഷ്ടങ്ങൾ കുറഞ്ഞ് വരികയാണ്. ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ പനീറും ചിക്കനും കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഐ വിൽ ഗോ ഫോർ പനീർ എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അത് സെക്കൻഡ്. പിന്നെ തേർഡിലേക്ക് വരികയാണെങ്കിൽ നോർത്ത് ഇന്ത്യൻ ഫുഡ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അപ്പവും മുട്ടക്കറി രാവിലെ അത് കിട്ടിയത് പൊളിയാണ്. ഉച്ചയ്ക്ക് ബിരിയാണി കഴിക്കാം, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഉറങ്ങുന്നേ ഉള്ളൂ. പിന്നെ രാത്രി ചപ്പാത്തി പനീർ ഇങ്ങനെയൊക്കെ ഡെയിലി കിട്ടിയായിരുന്നേ കൊള്ളായിരുന്നു. കുക്കിംഗ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അച്ഛൻ ഭയങ്കര നല്ല കുക്കാണ്. അപ്പം അതിൻ്റെ കൈപ്പുണ്യം എനിക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയത്തില്ല. അമ്മ എന്നെ അടുക്കളയിൽ അങ്ങനെയൊന്നും കയറ്റത്തില്ല. 2 കാരണങ്ങൾ: ഒന്ന് പഠിക്കണം, 2 അടുക്കള ഫുൾ അഴുക്കാക്കി ഇടുമെന്ന് പറഞ്ഞ് അമ്മ എന്നെ കയറ്റത്തില്ല. എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഞാൻ കയറും. ഈ ഇഡ്ഡലി സാമ്പാർ അതൊന്നും വെക്കാനല്ല, ഫുൾ വെസ്റ്റേൺ ടൈപ്പ് ഓഫ് ഫുഡ് വെക്കാനും കേക്കൊക്കെ ഉണ്ടാക്കാനും അങ്ങനത്തെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചെയ്യുകയാണെങ്കിൽ ഒന്നിനെ കൊള്ളെങ്കിലും കൂടി
ഫ്ലോപ്പ് ആവുമെന്ന് അറിയെങ്കിൽ കൂടി ഞാൻ എല്ലാം ചെയ്തിട്ട് എൻ്റെ അനിയനെ കൊടുക്കും. അവൻ പാവമായിട്ട് അവൻ കഴിച്ചിട്ട് കൊള്ളാൻ ചേച്ചി നൈസായിട്ടോട്ടെന്ന് പറയും. അങ്ങനെ ചെയ്യും. ഇപ്പം എനിക്ക് കയറാനും സമയമില്ല, ഒന്നുമില്ല. പക്ഷെ ഞാൻ ചെയ്യും, യൂട്യൂബിൽ നോക്കി ഓരോന്നൊക്കെ ചെയ്യും, ടൈം കിട്ടുമ്പോൾ ഞാൻ ചെയ്യും. എൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഹോബിയാണ് ഉറങ്ങുക. ഞാൻ ഡാൻസ് കളിക്കും, പിന്നെ പാട്ടൊട്ടും പാടില്ല, വരയ്ക്കും. മണ്ഡല എന്ന് പറഞ്ഞ ആർട്ട് ഞാൻ വരയ്ക്കും. ഡാൻസ് ഞാൻ ഒരു 2ാം ക്ലാസ് മുതൽ ഭരതനാട്യം കലാമണ്ഡലം ലത ടീച്ചറിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. ലൈക്ക് ഒരു 2nd ഗ്രേഡ് മുതൽ ഞാൻ ഭരതനാട്യം പഠിച്ചു. പിന്നെ മോഹിനിയാട്ടം പഠിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും കൊറോണ വന്ന് പിന്നെ ടീച്ചർ ഓൺലൈൻ ക്ലാസ്സൊക്കെ എടുത്തു. പക്ഷേ ആണെങ്കിൽ ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വന്നു. പിന്നെ ഞാൻ ഇപ്പം കണ്ടിന്യൂ ചെയ്യുന്നില്ല. ആ ഒരു ബ്രേക്ക് വന്നുകൊണ്ട് ഇപ്പം ചെയ്യുന്നില്ല. പക്ഷേ ഇപ്പം വീണ്ടും റീകണ്ടിന്യൂ ചെയ്യാൻ ഞാൻ കൺസിഡറും ചെയ്യുന്നുണ്ട്. ഉടനെ തന്നെ ഡാൻസ് തുടങ്ങും. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ ഞാൻ വരയ്ക്കും. ട്രാവലിങ് ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ ഇഷ്ടമാണ്, ഇഷ്ടമല്ലെന്ന് ചോദിച്ചാൽ ഇഷ്ടമല്ലാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മടിയാണ്. ട്രാവലിങ് ചെയ്യാൻ കഴിഞ്ഞാൽ അടുത്ത് സാധനം എടുത്ത് വെക്കണം, ഓരോന്ന് ചെയ്യണം, അതൊക്കെ എന്ത് പണിയാണ്. അപ്പോൾ അതിൽ ലേസിനെസ് കാരണം ട്രാവലിംഗ് എന്ന് പറയുമ്പോൾ ഇതാണ്. പക്ഷെ എനിക്കിഷ്ടമുള്ള സ്ഥലമാണ് ആണെങ്കിൽ, ഇപ്പം എൻ്റെ ട്രിപ്പ് സ്കൂൾ ട്രിപ്പോ അല്ലെങ്കിൽ എനിക്കിഷ്ടപ്പെട്ട സ്ഥലമെല്ലാം ആണെങ്കിൽ എപ്പോൾ റെഡിയായെന്ന് ചോദിച്ചാൽ മതി, എല്ലാം സെറ്റായിരിക്കും. ഇപ്പോൾ ഓരോ കല്യാണമോ അല്ലെങ്കിൽ അമ്പലം അതൊക്കെ പോകുമ്പോഴത്തേക്കും ഇച്ചിരി മടിയാണ്. ഈ മടി കാരണമാണ്. പക്ഷെ എനിക്ക് ട്രാവലിംഗ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എൻ്റെ ഡ്രീം സ്പോട്ട് എന്ന് പറയുമ്പോൾ പാരീസിൽ പോകണമെന്നാണ്. അവിടെ പോയി ഈഫൽ ടവർ കാണണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. പിന്നെ അമ്മേനും അച്ഛനും സ്വിറ്റ്സർലാൻഡിൽ കൊണ്ടുപോകണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അമ്മ എപ്പോഴും പറയും ഓക്കെ സ്വിറ്റ്സർലാൻഡിലൊന്ന് പോയാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ അവരെ ഒന്ന് അവിടെ കൊണ്ടുപോകണം. എൻ്റെ അനിയനെ എനിക്ക് ജപ്പാനിലും കൊണ്ടുപോകണം. അവന് ഈ ആനിമെ അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് അവർ ജപ്പാനിലും കൊണ്ടുപോകണം. എൻ്റെ റോൾ മോഡൽ എന്ന് പറയുമ്പോഴത്തേക്കും മഞ്ജു ചേച്ചിയാണ്. ഇപ്പോൾ ഡാൻസിലായാലും ആക്ടിങ്ങിലായാലും എനിക്ക് മഞ്ജു മാമിൻ്റെ ആണെങ്കിൽ ഹൗ ഓൾഡ് ആർ യു ഫിലിമൊക്കെ ഞാൻ കുറേ കണ്ടിട്ടുണ്ട്. ഭയങ്കര ഇൻസ്പയറിങ്. പിന്നെ ആളുടെ കുറേ ഫിലിംസ് ലൈക്ക് പഴയ ഫിലിംസൊക്കെ ആറാം തമ്പുരാനും സല്ലാപും ഈ പുഴ കടന്ന് അതൊക്കെ കണ്ട് മഞ്ജു ചേച്ചിയെ പോലെ ആവണമെന്ന് നല്ല ഇതുണ്ട്. ഒന്ന് ദിലീപ് സാറിൻ്റെ കൂടെ, 2 ഉണ്ണിമുകുന്ദൻ്റെ കൂടെ. എനിക്ക് വേറെ ഫിലിം ഉണ്ടായിരുന്നല്ലോ, ഒരു മുറി വന്ന് പാത്തായ, അതിൽ ഒരു പാട്ടുണ്ട് അരികിൽ പതിയെന്ന് പറഞ്ഞ്. അത് ഞാൻ ഒരു 2-3 വർഷം മുന്നേ അത് തന്നെയാണ് റിപ്പീറ്റ് അതിൽ ഓരോ സീക്വൻസും അതൊക്കെ കണ്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് അതേപോലത്തെ ഉണ്ണിമുഖത്തിനോട് ചെയ്താൽ കൊള്ളാമെന്നുണ്ടെന്ന്. പിന്നെ ദിലീപ് സാറിനോട് ഒരു കോമഡി പടത്തിലൊക്കെ ചെയ്യണമെന്നുണ്ട്. ദുൽഖർ സൽമാൻ, ടൊവിനോ തോമസ് എല്ലാവരെയും ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. മോഹൻലാലിനൊക്കെ ആണെങ്കിൽ എൻ്റെ അനിയൻ സാറിൻ്റെ കൂടെ ഇട്ടിമണി എന്ന് പറഞ്ഞ ഫിലിം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കണ്ടിട്ടുണ്ട്. മമ്മൂട്ടി സാറ് കാണും, ഉറപ്പായിട്ട് കാണും. ഞാൻ ഫസ്റ്റ് ടൈം സ്കൂളിൽ സുരേഷ് ഗോപി സാറിനെ നിങ്ങൾക്ക് കൊലീഷ്യത്തിൻ്റെ പ്രഭയെ കണ്ടപ്പോഴത്തേക്കും അത്രയും വലിയ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ട്രിവാൻഡ്രത്ത് വന്ന സമയമായിരുന്നു. അപ്പോൾ അത്രയും വലിയ ആളെ കണ്ടപ്പോഴത്തേക്ക് എൻ്റെ കിളിക്കൂടൊക്കെ പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് സാറിനെ ഞാൻ വീണ്ടും കണ്ടു, മൈ ഗോഡ് എന്ന് പറഞ്ഞൊരു ഫിലിമിനെ. അതിൽ കണ്ടപ്പോൾ അപ്പോൾ ഉണ്ടായ എക്സൈറ്റ്മെൻറ്റ് പോലെ തന്നെ ഇപ്പോഴും ഉണ്ടായി. പിന്നെ സാറിനോട് എനിക്ക് സംസാരിക്കാനും പറ്റി. അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. എനിക്ക് എൻ്റെ ഈ ആക്ടിങ് കരിയറും അല്ലെങ്കിൽ പിന്നെ എഡ്യൂക്കേഷൻ കരിയറും രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുന്നുണ്ട്. എഡ്യൂക്കേഷൻ വൈസ് ആണെങ്കിൽ എനിക്ക് മെഡിക്കൽ ഫീൽഡിൽ ചെയ്യണമെന്നാണ്, പുറത്ത് പോയി ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. ചെയ്തിട്ട് ഇതിൻ്റെ സൈഡിൽ കൂടെ പോകണം, രണ്ടും ഒരുമിച്ച് പോകണം എനിക്ക്. മെഡിക്കൽ ഫീൽഡ് ഞാനിപ്പോൾ നോക്കുന്നത് ഡെൻറ്റലാണ്. അതാകുമ്പം ഒരുപാട് പഠിക്കുകയും വേണ്ട, എന്നാൽ പെട്ടെന്ന് തന്നെ എനിക്ക് കിട്ടും. പിന്നെ അവിടെയും ഇപ്പോൾ പുറത്ത് എവിടെ പോകണേ അവിടെയും ഒരു ക്ലിനിക്കും ഇവിടെ ഒരു ക്ലിനിക്കും രണ്ടും ഒരുമിച്ച് അതിൻ്റെ വഴിക്കും ഞാൻ എൻ്റെ ആക്ടിങ് കരിയർ വഴി കൊടുക്കും. അപ്പം അങ്ങനെ ചെറിയ പ്ലാനൊക്കെ ഉണ്ട്. അപ്പം മീഡിയനിലെ സീരിയൽ സീ കേരളത്താണ് എയർ ചെയ്യുന്നത് 8 PM.
എല്ലാവരും ലക്ഷ്മീനെ അക്സെപ്റ്റ് ചെയ്തതിന് താങ്ക് യു സോ മച്ച്. എല്ലാവരും സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്. ഇനി നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പം വീട് രണ്ടിലും കാണാൻ മറക്കല്ലേ. അവനെ ഫസ്റ്റ് ടൈം സ്ക്രീനിൽ കാണുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എന്തുവാ, ഞാൻ പുറത്ത് എക്സ്പ്രസ് ചെയ്തില്ലെങ്കിലും കൂടി എനിക്ക് ഭയങ്കര സന്തോഷമാണ് അവനിങ്ങനെ കാണുമ്പോൾ. സീനിൻ്റെ മുന്നിൽ റോളിംഗ് എന്ന് പറയുന്നവനെ അവൻ കളിച്ചിരിക്കും. റോളിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ആൾ ടപ്പേന്ന് പറഞ്ഞ് മാറി ഫുൾ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റായി സീനിൽ ഇൻവോൾവായി ചെയ്യും. അമ്മ കുഞ്ഞാനെ ചുമ ഇങ്ങനെ തട്ടി വിളിച്ചു, കുഞ്ഞായെന്ന് വിളിച്ചു. അനക്കൊന്നും ഉണ്ടായില്ല. പിന്നെ വീണ്ടും കുഞ്ഞായെന്ന് വിളിച്ചപ്പോഴത്തേക്കും അവനൊന്നും അനങ്ങിയില്ല. പിന്നെ കിടന്ന് കുലുക്കി നോക്കി, ഒരു ഇതുമില്ല. അവനിങ്ങനെ എടുത്തപ്പോഴത്തേക്കും അവൻ ബ്രീത്ത് ചെയ്യുന്നില്ലായിരുന്നു. എപ്പോഴും റൂട്ടിൽ കൂടെ ഇങ്ങനെ ആംബുലൻസോ അല്ലെങ്കിൽ എമർജൻസി ലൈറ്റിട്ട് കാറൊക്കെ പോകുമ്പോഴത്തേക്കും ഭയങ്കര വിഷമാണ്. അന്ന് കുഞ്ഞായ്ക്ക് ഉണ്ടായ പോലെ എന്തെങ്കിലും ആയിരിക്കുമെന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഒരുപാട് പ്രാർത്ഥിക്കും. ഏറ്റവും സന്തോഷം ഉണ്ടാക്കിയ കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ ബ്രദർ എന്നെപ്പോലെ തന്നെ ടി വിയിൽ വന്നതാണ്. എന്നുവെച്ചാൽ ഞാൻ കാരണം അവനും ഇതിലേക്ക് വന്ന് അവനെ ഫസ്റ്റ് ടൈം സ്ക്രീനിൽ കാണുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എന്തുവാ, ഞാൻ പുറത്ത് എക്സ്പ്രസ് ചെയ്തില്ലെങ്കിലും കൂടി എനിക്ക് ഭയങ്കര സന്തോഷമാണ് അവനിങ്ങനെ കാണുമ്പോൾ. അവന് ഈ ചെറിയ പ്രായത്തിൽ പോലും അവൻ ഭയങ്കരമായിട്ട് അഭിനയിക്കുന്നതൊക്കെ എന്തുവാ സത്യം തന്നെയാണ്. എന്നെക്കാട്ടും ഒരു പിടി കൂടുതൽ അവൻ തന്നെയാണ് അഭിനയത്തിൽ. അവനെ ഒരുപാട് അഡ്മയർ ചെയ്യുന്നുണ്ട്. അതെ, ഇത്രയും ഇതിൽ തന്നെ അവൻ ഇത്രയും ചെയ്തിട്ടുണ്ട്. ചാക്കോമ്മയിലൊക്കെയാണ് കണ്ണിങ്ങനെ മേലോട്ട് വെച്ച് വേണം ചെയ്യാൻ. കണ്ണാണത്തെ കുട്ടിയെ പോലെയാണ് അവൻ അഭിനയിക്കുന്നത്. അവൻ അത്രയും ഒരു സീൻ തന്നെ ഒരുപാട് നേരം ഷൂട്ട് ചെയ്യും. ഫുൾ ഡേ അവൻ എവിടെ ഏത് സീനുണ്ടോ അപ്പോഴൊക്കെ കണ്ണിങ്ങനെ വെച്ച് വേണം ചെയ്യാൻ. അപ്പോൾ ഞാൻ തന്നെ ഇവർ 5 മിനിറ്റ് ഇങ്ങനെ വെച്ചപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര വേദന എടുത്തു. എന്നിട്ട് പോലും അവന് അത്രയും ചെയ്ത് ഒക്കെ ഭയങ്കര ഇൻസ്പയറിങ് ഒക്കെ ആയി തോന്നി. ഇനി നോക്കുവാണെങ്കിൽ ഇങ്ങനെ പോവാണെങ്കിൽ അവൻ മോഹൻലാൽ സാറിനെ പോലെ തന്നെ എത്തും എന്നാണ് എൻ്റെ ഒരിത്. അവൻ എന്തായാലും ഫേമസ് ആവും, അതെനിക്ക് നല്ല ഉറപ്പുണ്ട്. എന്നെക്കാട്ടും അവനാവും, കാരണം അവൻ അത്രയ്ക്കും ചെയ്യുന്നുണ്ട്. ഒരു മടി കൂടാതെ. അല്ലെങ്കിൽ ചെറിയ പിള്ളേരാണെങ്കിൽ എന്തോ ചെയ്യുമ്പോഴത്തേക്കും കിടന്ന് കരയും, ചെയ്യത്തില്ല, പറഞ്ഞനുസരിക്കൂല ഒക്കെയുണ്ട്. പക്ഷെ അവൻ ഇല്ല. സീനിൻ്റെ മുന്നിൽ റോളിംഗ് എന്ന് പറയുന്നവനെ അവൻ കളിച്ചിരിക്കും. റോളിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ആൾ ടപ്പേന്ന് പറഞ്ഞ് മാറി ഫുൾ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റായി സീനിൽ ഇൻവോൾവായി ചെയ്യും. അപ്പോൾ അത്രയും ഇതുണ്ട്. അപ്പം നോക്കുമ്പോൾ അവൻ നല്ലൊരു ആർട്ടിസ്റ്റ് ആവും. അവൻ നല്ലൊരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഏറ്റവും സങ്കടം ഉണ്ടായ കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഞങ്ങൾ ട്രിവാൻഡ്രത്തായിരുന്നു. കുഞ്ഞായ്ക്ക് അന്ന് ഷൂട്ടുണ്ട്, സത്യശിവ സുന്ദരത്തിൽ ഒരു ഷൂട്ടുണ്ടായിരുന്നു. ഷൂട്ടും കഴിഞ്ഞ് അവൻ വീട്ടിൽ വരുമായിരുന്നു. അപ്പം അവന് അത്യാവശ്യം പനി ഉണ്ടായിരുന്നു. അപ്പം ഇവൻ കട്ടിലേക്ക് കിടക്കുകയാണ്. ആ ഷൂട്ടും കഴിഞ്ഞ് കട്ടിലേക്ക് കിടക്കുകയാണ്. ഞാൻ ടേബിളിരുന്ന് പഠിക്കുന്നു. അമ്മ ആണെങ്കിൽ വീട്ടിലെന്തോ ചെയ്യായിരുന്നു. അച്ഛനും എവിടെ വീട്ടിൽ തന്നെ എന്തോ ചെയ്യായിരുന്നു. അപ്പം ഇവനെ ഇങ്ങനെ അവൻ അപ്പോഴും നല്ല അത്യാവശ്യം ചെറുതായിരുന്നു. ഫസ്റ്റ് ഗ്രേഡിൽ സെക്കൻഡ് ഗ്രേഡിൽ എന്തോ ആയിരുന്നു. അപ്പം അവന് അമ്മയടുത്ത് ഇങ്ങനെ പറഞ്ഞു, അമ്മ പോവല്ലേ, എൻ്റെ കൂടെ ഇരിക്കണേ എന്ന് പറഞ്ഞു. അപ്പം അമ്മ സാധാരണ അങ്ങനെ പോവില്ലായിരുന്നു. പക്ഷേ ആണെങ്കിൽ അമ്മ എന്തോ അത്യാവശ്യം ഉള്ളതുകൊണ്ട് അമ്മ അവൻ്റെ സൈഡിൽ നിന്ന് മാറേണ്ടി വന്നു. അപ്പം അവനിങ്ങനെ കിടക്കുമായിരുന്നു. എന്നിട്ട് അമ്മ എന്തോ കഴിഞ്ഞിട്ട് തിരിച്ച് റൂമിൽ വന്നപ്പോഴത്തേക്കും അമ്മ കുഞ്ഞാനെ ചുമ ഇങ്ങനെ തട്ടി വിളിച്ചു, കുഞ്ഞായെന്ന് വിളിച്ചു. അനക്കൊന്നും ഉണ്ടായില്ല. പിന്നെ വീണ്ടും കുഞ്ഞായെന്ന് വിളിച്ചപ്പോഴത്തേക്കും അവനൊന്നും അനങ്ങിയില്ല. പിന്നെ കിടന്ന് കുലുക്കി നോക്കി, ഒരു ഇതുമില്ല. അവനിങ്ങനെ എടുത്തപ്പോഴത്തേക്കും അവൻ ബ്രീത്ത് ചെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ അമ്മ വിളിച്ച് ഞാൻ
അച്ഛനും എല്ലാവരും ഓടി വന്ന് അവൻ ലൈക്ക് ടോട്ടലി ഒട്ടും ബ്രീത്തിങ്. അവനെ എടുത്തപ്പോഴത്തേക്കും അവൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ മേലോട്ടങ്ങ് പോയി. അപ്പോൾ അമ്മ കിടന്ന് തട്ടി വിളിച്ച്, എന്നാലും അവൻ്റെ ഭാഗത്തുനിന്ന് ഒരു റെസ്പോൺസും ഇല്ലായിരുന്നു. അങ്ങനെ അവനെ ആണെങ്കിൽ എടുത്തുകൊണ്ട് പോയി കാറിൽ. അങ്ങനെ ഞങ്ങൾ കോസ്മോയിൽ കൊണ്ടുപോയി. അമ്മ കുറേ തട്ടിയതിന് ശേഷം അവനൊരു ബ്രെത്ത് എടുത്തു. അങ്ങനെ പിന്നെ എമർജൻസി ലൈറ്റൊക്കെ ഇട്ട് ഞങ്ങൾ കോസ്മോയിൽ പോയി വന്നപ്പോഴത്തേക്കും അവർ പറഞ്ഞ് പനി കൂടി ഫിക്സ് വന്നതാണ് എന്ന്. അങ്ങനെ എന്തോ ഞങ്ങളുടെ ഭാഗ്യമെന്ന് പറയാം, അങ്ങനെ തിരിച്ച് കിട്ടി. അങ്ങനെ വലിയൊരു ഇതുണ്ടായി. ഇപ്പോഴും റോട്ടിൽ കൂടെ ഇങ്ങനെ ആംബുലൻസോ അല്ലെങ്കിൽ എമർജൻസി ലൈറ്റിട്ട് കാറൊക്കെ പോകുമ്പോഴത്തേക്കും ഭയങ്കര വിഷമാണ്. അന്ന് കുഞ്ഞായ്ക്ക് ഉണ്ടായ പോലെ എന്തെങ്കിലും ആയിരിക്കുമെന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഒരുപാട്